ഹലോ അസ്സാം വലൈക്കും. വെയിൽസിൽ നമ്മുടെ ലാസ്റ്റത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് വീട്ടിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുറച്ചധികം നേരം ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ച്, പക്ഷെ വീട്ടിൽ പോകണ വിഷമം കൊണ്ടാന്ന് തോന്നുന്നുണ്ട് നേരത്തെ എണീറ്റു. പിന്നെ നമ്മൾക്ക് ഇതാ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ കഴിച്ചത്. നമ്മൾ കുറച്ച് എഗ്ഗൊക്കെ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സ്ക്രാമ്പിൾഡ് എഗ്ഗും പിന്നെ ഫ്രൈ ചെയ്തിട്ടൊക്കെ തന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ 10 മണി 10:30 ആകുമ്പോഴാണ് നമ്മൾ വെക്കേറ്റ് ചെയ്തു. എന്നിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഇതാ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബീച്ചാണ്. അപ്പോൾ ബീച്ച് ഏരിയയിലുള്ള ഒരു ഹോട്ടലായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ബീച്ചിൽ കാറ്റൊക്കെ കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ 2 മണിക്കാണ് കേട്ടോ നമ്മുടെ ട്രെയിന് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 മണി വരെ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ദൂരൊക്കെ എവിടേക്കും പോകാനും പറ്റില്ല, എന്നാൽ എവിടേക്കെങ്കിലും പോകണം എന്നൊക്കെയുള്ള പ്ലാനിൽ എവിടെ പോകുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബീച്ചിൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നല്ല രസമുള്ള ബീച്ചാണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ലാസ്റ്റ് ദിവസത്തെ കോസ്റ്റ്യൂം. പിന്നെ ഇതാ അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾക്ക് ഈ ഒരു പാർക്ക് കണ്ടിട്ടോ, മൗണ്ടൻ വ്യൂ ഉള്ള ഒരു പാർക്കാണ്. കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു ലാസ്റ്റ് ദിവസം. അപ്പോൾ ഞങ്ങൾ പാർക്കിലൊന്ന് പോകാമെന്ന് വിചാരിച്ച്, ശരിക്കും പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും വന്നിരിക്കുക അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചു കേട്ടോ. പാർക്കിൽ കുറച്ച് നേരം ഇരുന്ന് നമുക്ക് ടൈം ആകുമ്പോൾ, ട്രെയിനിൻ്റെ ടൈം ആകുമ്പോൾ സ്റ്റേഷനിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷേ ഇവിടെ കയറിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർക്കാണിത് എന്നുള്ളത്. കാരണം ഇതങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഭംഗിയുള്ള ഒരു മൗണ്ടൻ വ്യൂവിലാണ് എത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ ലാൻഡനോ സിറ്റി മൊത്തം കാണാൻ വേണ്ടി പറ്റും. അത് നമുക്ക് അറിയില്ലുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കയറി പോകുന്നത് കണ്ടപ്പോൾ നമ്മളും ജസ്റ്റ് ഇങ്ങനെ കയറിപ്പോയതാണ് കേട്ടോ. പിന്നെ ഒന്നിനും ഒരു മൂടുണ്ടായിരുന്നില്ല. കാരണം വീട്ടിൽ തിരിച്ച് പോകണം, പിന്നെ ജോലിക്ക് പോകണം, എല്ലാം ഇങ്ങനെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ നമുക്ക് ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാലല്ലേ ഇങ്ങനെയുള്ള ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റുള്ളൂ. രണ്ടും ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറഞ്ഞ് നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെയൊക്കെ കുറച്ച് നേരം ചുറ്റിക്കറങ്ങി നടന്ന് മേലെ കയറി കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണെന്നൊക്കെ ഞങ്ങളിങ്ങനെ ഫോണിൽ മാപ്പിലൊക്കെ നോക്കിയപ്പോൾ കണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മേലെ കയറണോ വേണ്ടതെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് കയറാൻ വയ്യായിരുന്നു. പിന്നെ തിരിച്ച് പോകണ മൂടുമില്ല. അങ്ങനെ കുറേ അവിടെ ഇവിടെയൊക്കെ നിന്ന് ലാസ്റ്റ് വിചാരിച്ചു മേലെ കയറി ഒന്ന് കാണാമെന്ന് വിചാരിച്ച് നമ്മൾ മേലെ കയറുകയാണ് കേട്ടോ. അത്ര ഈസി ആയിരുന്നില്ല കേട്ടോ മേലെ കയറാൻ വേണ്ടിയിട്ട്. ഭയങ്കര കുത്തനെയുള്ള കയറ്റായിരുന്നു. പിന്നെ ഇതാ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ ഞാനൊരു കേബിൾ കാറിൻ്റെ ഒരു വീഡിയോ ഇട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ട് വിചാരിക്കുന്നത്. വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ ആ കേബിൾ കാറിൻ്റെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ വേറെയും കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ അതൊന്നും നോക്കാൻ നിന്നില്ല. ഫുള്ളൊരു ഗ്രീനറി ഏരിയയാണ് കേട്ടോ. കുറേ പച്ച കളറ് എല്ലാ പുല്ലും എല്ലാതും കൂടി നല്ലൊരു ഭംഗി, കണ്ണിന് കാണുമ്പോൾ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ കയറിനെ കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടാൽ കയറും. ഇടയ്ക്കിടയ്ക്ക് കുറേ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറച്ചാണ്ട് കയറി ചെന്നാൽ നമുക്കിതാ ഒരു മൗണ്ടൻ പോലെ ഇങ്ങനെ കാണാം, കുറേ കല്ലുകളും പാറക്കല്ലുകളൊക്കെ. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ നിന്ന ഹോട്ടലിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 5-6 മിനിറ്റ് നടക്കാനുള്ള ലോങ്ങിലാണ് കേട്ടോ ഈ ഒരു സംഭവം ഉള്ളത്. പാർക്ക് എന്നാണ് നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടത്. ഹാപ്പി വാലി പാർക്ക് എന്നാണ് കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എന്നാൽ പാർക്കിൽ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വന്നത് കേട്ടോ. അപ്പോൾ അതാണ് മേലെ കയറിയിട്ടുള്ള കാഴ്ച. അങ്ങനെ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കേട്ടോ. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ വെയിൽസിലെ വീഡിയോ ഇതോടെ അവസാനിക്കാൻ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.